കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധിയുടെ ബർത്ത്ഡേ 12 മണിക്ക് എഴുന്നേറ്റ് സർപ്രൈസായി കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ് എല്ലാവരും. അകത്തെ ബഹളമെല്ലാം കേട്ട് അച്ഛനും എഴുന്നേറ്റ് അങ്ങോട്ട് വരുന്നുണ്ട്. നിധിയുടെ ബർത്ത്ഡേ ആണെന്നറിഞ്ഞ് അച്ഛൻ നിധിക്കൊരു പാട്ട് പാടിക്കൊടുക്കുക. തല്ലിപ്പൊളി ക്രീം കേക്ക് എന്ന് പറഞ്ഞ് അച്ഛൻ പാട്ട് പാടുമ്പോഴേക്കും എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ടെങ്കിലും സുധീഷിനെ അത് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ബർത്ത്ഡേ അല്ലടാ, ഒരു ഫണ്ണൊക്കെ വേണ്ടേന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. ഇതാണോ ഫണ്ണ് എന്ന് ദേഷ്യത്തോടെ സുധീഷും. നിധി അച്ഛനൊരു കഷ്ണം കേക്ക് എടുത്തു കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും മുഖം കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞ് അച്ഛൻ പിന്നമ്പുറത്തേക്ക് പോവുകയാ. പിന്നീട് മുഖം കഴുകി വന്ന അച്ഛന് നിധി കേക്ക് കൊടുക്കുമ്പോഴേക്കും മോളെ, നിനക്കെന്റെ പിറന്നാൾ വാഴ്ത്തുക്കൾ എന്നച്ഛൻ പറയേ നിധി സന്തോഷത്തോടെ താങ്ക് യു പറയുകയാ. അത് കഴിഞ്ഞച്ഛൻ പോവാൻ തുടങ്ങുമ്പോഴാണ് നിലത്ത് വെച്ച് ആ കേക്കിൽ ചവിട്ടുന്നത്. എന്താണ് ഇത്? അയ്യേ, കാലിൽ ഒട്ടിയിരിക്കുകയാണല്ലോ എന്നച്ഛൻ ചോദിക്കേ എന്റെ ഹേർട്ട് തൊലച്ചല്ലോ നിങ്ങള് എന്ന് സുധീഷ് സങ്കടത്തോടെ വിളിച്ചു പറയുന്നുണ്ട്. എല്ലാവരും അമ്പരപ്പോടെ നോക്കി നിൽക്കേ കേക്കിന്റെ മുകളിൽ കൂടിയാണോ നടക്കുന്നത് എന്ന് സുധീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. എടാ, നടക്കുന്ന വഴിയിൽ ആരെങ്കിലും കേക്ക് കൊണ്ടുവയ്ക്കോ? ഇതെടുത്ത് മുകളിൽ വെച്ചുകൂടായിരുന്നു എന്ന് അച്ഛനും. സുധീഷ് ദേഷ്യത്തോടെ അച്ഛനു നേരെ ചെല്ലുന്നുണ്ടെങ്കിലും വേണ്ട എന്ന് പറഞ്ഞ് സുഭാഷ് തടയുകയാ. എന്താടാ, നീ തടഞ്ഞില്ലെങ്കിൽ അവൻ എന്നെ മൂക്കിക്കേറ്റോ? ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ അലസമായിട്ടല്ല വെക്കേണ്ടതെന്ന ആദ്യ പാഠമെങ്കിലും ഇവനെ പഠിപ്പിക്ക്. തനിക്ക് വേണ്ട കേക്ക് എന്ന് പറഞ്ഞ് നിധിയുടെ കയ്യിലേക്ക് തന്നെ കൊടുത്ത് ഈ ഒട്ടിപ്പിടിച്ച കാലുമായിട്ട് എങ്ങനെ നടക്കുന്നേ എന്ന് പറഞ്ഞ് ചാടി ചാടി അച്ഛൻ ഉമ്മറത്തേക്ക് പോവുകയാ. എന്റെ ഹാർട്ട് ചവിട്ടിക്കൊണ്ടു പോയി എന്ന് വിഷമത്തോടെ സുധീഷും പറയുന്നുണ്ട്. ഉമ്മറത്തെത്തിയ അച്ഛനും വെള്ളമൊഴിച്ച് തന്റെ കാല് കഴുകുകയാ. സുധീഷ് അപ്പോഴും സങ്കടത്തോടെ ആ കേക്കിലേക്ക് നോക്കി. ഞാൻ സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ചതായിരുന്നു എന്ന് പറയേ നിധിയും ആശ്വസിപ്പിക്കുന്നുണ്ട്. സാരമില്ല, ഒരെണ്ണം മുറിച്ചല്ലോ എന്ന്. അതെ, അത് വിട് സുധീഷേട്ടാ, നല്ലൊരു ദിവസമായി വഴക്കിടേണ്ടെന്ന് ഹരീഷും. എടാ നികേഷ്, നീ അതെടുത്തോണ്ട് കളഞ്ഞേടാ എന്ന് സുഭാഷ് പറയേ നികേഷ് അതെടുത്തോണ്ട് പോവുകയാ. ഹാർട്ട് എന്ന് പറഞ്ഞ് സങ്കടത്തോടെ നിൽപ്പാ സുധീഷും. സുധീഷ് സുഭാഷിനോടായി സുഭാഷേട്ടാ, എന്നാലും ഇങ്ങനെ ആശിച്ചു മോഹിച്ച് എന്ന് പറയുമ്പോഴേക്കും നിധി അവനെ നോക്കി. ഈ കേക്ക് നല്ലതായിരുന്നു, അത് മതി എന്നൊരു പുഞ്ചിരിയോടെ പറയേ എന്നാലും അതല്ലല്ലോ നിധി എന്ന് സുധീഷും. നിധി വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് ഈ കേക്ക് സ്പെഷ്യലാ. കാരണം എന്റെ ജീവിതത്തിൽ ഒരുപാട് ബർത്ത്ഡേകൾ ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും രാത്രി 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യുന്നത് ഇതാദ്യമായിട്ടാ. അത് കേൾക്കെ സുഭാഷ് ചേട്ടനും സന്തോഷത്തോടെ അതെ അതാണ്, എന്നാ പിന്നെ എല്ലാവരും കൂടി ഇതങ്ങ് തിന്നു തീർക്ക്, എടുത്തു വെച്ചാ കേടാവും എന്ന് പറയുന്നതോടെ ഹരീഷ് കേക്ക് മുറിക്കാനായി തുടങ്ങുകയാ. അച്ഛൻ അപ്പോഴും ഉമ്മറത്തിരുന്ന് പാട്ട് പാടുകയാ. കുഞ്ഞുവാവയ്ക്ക് ഇന്നല്ലോ നല്ല നാള് പിറന്നാള്, തേച്ചൊട്ടിച്ചതാരാണീ തല്ലിപ്പൊളി പ്ലം കേക്ക് എന്ന്. അത് കേൾക്കെ നിധിയും കൂട്ടരും പൊട്ടിച്ചിരിക്കുന്നുണ്ടെങ്കിലും സുധീഷ് ദേഷ്യത്തോടെ നിൽപ്പാ. രാവിലെ ആവുമ്പോ ഹാളിലിരുന്ന് നികേഷ് വാവാ മനോരഞ്ജിനി എന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ആ മേശയിൽ കയറിയിരുന്ന് ഹരീഷും അതിനൊത്ത് താളം പിടിക്കുന്നുണ്ട്. ആ പാട്ടിനകത്ത് ഡാൻസ് കളിച്ച് സുധീഷും അങ്ങോട്ട് വന്ന് ഒരു ചെയർ എടുത്തിട്ടിരുന്ന് ഇന്നലത്തെ സർപ്രൈസ് സെലിബ്രേഷൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അത് ശരിക്കും കലക്കിയേട്ടാ, സൂപ്പറായിരുന്നു എന്ന് നികേഷ് പറയേ. സുധീഷ് ഏട്ടൻ ചെയ്തതിൽ കൊള്ളാവുന്നൊരു കാര്യം ഇതാണ്, പക്ഷേ പാതിരാത്രിക്ക് വിളിച്ചെഴുന്നേൽപ്പിച്ചതിന് പണി ഞാൻ തരുന്നുണ്ടെന്ന് ഹരീഷും. അയ്യടാ, നിന്റെ കുണുവാവ പാതിരാത്രിയിൽ വിളിക്കുമ്പോ രാത്രി ഉണർന്നിരുന്ന് സംസാരിക്കാറുണ്ടല്ലോ എന്ന് സുധീഷ് പറയേ. കണ്ടോ, ഇന്നാളെ രാത്രി 3:30 വരെ സംസാരം എന്ന് നികേഷും. നീ എനിക്കിട്ട് പാര പണിയോ അല്ലേടാ എന്ന് ഹരീഷും. അപ്പോഴാണ് സുഭാഷേട്ടൻ ഒരു ഗ്ലാസും കയ്യിൽ പിടിച്ച് അങ്ങോട്ട് വരുന്നത്. എന്താ ഇതെന്ന് സുധീഷ് ചോദിക്കെ. പായസം എന്ന് ചിരിയോടെ സുഭാഷും. ഓ അത് ശരി, ഏട്ടന്റെ വക അനിയത്തിക്ക് സ്പെഷ്യൽ മധുരം അല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും നിധി അങ്ങോട്ട് വരുന്നുണ്ട്. അവൾക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് ആ പായസം അവൾക്ക് നൽകുകയാ. പായസോ എന്ന് അമ്പരപ്പോടെ പറഞ്ഞ് അവൾ അത് വാങ്ങി കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയേ. ഞാൻ പ്രത്യേകം പറഞ്ഞു ഉണ്ടാക്കിച്ചതാ എന്ന് സുധീഷും വിളിച്ചു പറയുന്നുണ്ട്. ഇത് സുഭാഷേട്ടന് തോന്നിയിട്ടുണ്ടാക്കിയതാണെന്ന് നിധി പറയേ. അല്ല, ഇവൻ രാവിലെ പറഞ്ഞിരുന്നു എന്ന് സുഭാഷും. അപ്പോഴേക്കും നികേഷും ഹരീഷും എല്ലാം എഴുന്നേറ്റ് ചെന്ന് അവൾക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്. സുധീഷും എഴുന്നേറ്റ് ചെന്ന് ഷെയ്ക്ക് ഹാൻഡ് നൽകി. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ, ഒരു 100 വർഷം ദീർഘസുമംഗലിയായി ജീവിക്കാൻ ഇടവരട്ടെ എന്ന് പറയേ. നിധി ദേഷ്യത്തോടെ അവനെ നോക്കി നിൽപ്പാ. അത് കണ്ട് സുധീഷും അയ്യോ, വേറൊന്നും ഉദ്ദേശിച്ചല്ല, സ്ഥിരമായി ഉപയോഗിക്കുന്ന ആശംസാ വാചകം ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ. ഇയാൾ ഇഷ്ടപ്പെടുന്നവരുടെയും ഇയാളെ ഇഷ്ടപ്പെടുന്നവരുടെയും കൂടെ ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കാൻ ഇടവരട്ടെ. ഓക്കെ, വലിയ വലിയ ഉയരങ്ങളൊക്കെ കീഴടക്കാൻ സാധിക്കട്ടെ, ആഗ്രഹിച്ചതെല്ലാം നടക്കട്ടെ എന്നൊക്കെ സുധീഷ് വിഷ് ചെയ്യേ. മതി മതി, താങ്ക് യു എന്ന് പറഞ്ഞ് കൈ പിൻവലിച്ച് നിങ്ങളെല്ലാവരും കൂടി ഇത് ഇത്ര വലിയ ആഘോഷമാക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല, താങ്ക് യു വെരി മച്ച് എന്ന് നിധിയും പറയുന്നുണ്ട്. ഇവനിത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മോൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങി വെച്ചേനെ എന്ന് സുഭാഷ് ഏട്ടനും പറയുകയാണ്. ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ, പക്ഷേ മാഡം അത് വാങ്ങിക്കുമെന്ന് അറിയില്ലല്ലോ എന്ന് സുധീഷ് പറയേ. നീ ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ, എന്നിട്ട് എവിടെയെന്ന് സുഭാഷ് ഏട്ടനും.
അത് വാങ്ങിക്കൊടുത്താ ഇഷ്ടാവൂന്ന് അറിയാത്തോണ്ടേ അകത്ത് വെച്ചിരിക്കുക എന്ന് സുധീഷ് പറയേ. സാരമില്ല, തന്നോളൂ എന്ന് നിധി. അത് കേൾക്കെ അത്ഭുതത്തോടെ എന്താ പറഞ്ഞേ എന്ന് സുധീഷും. എനിക്ക് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, അതിങ്ങ് തന്നേക്കാൻ എന്ന് നിധി പറയുന്നത് കേൾക്കെ സുധീഷ് സന്തോഷത്തോടെ ഇപ്പൊ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് ഓടുകയാ. പിന്നീട് അവൻ ഓടി വന്ന് ഡ്രസ്സ് റെഡി എന്ന് പറഞ്ഞ് അവൾക്ക് കൊടുക്കുമ്പോഴേക്കും തുറക്കട്ടെ എന്ന് ചോദിച്ച് അവൾ അത് തുറന്നു നോക്കുകയാ. കളറൊന്നും ഇഷ്ടാവൂന്നറിയില്ല, ഇയാൾക്ക് ചേരുമെന്ന് എനിക്ക് തോന്നി എന്ന് നിധി പറയുമ്പോഴേക്കും അവൻ ഗിഫ്റ്റായി നൽകിയ ആ സാരി കണ്ട്, സാരിയോ നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല നിറവും ഡിസൈനും, അപ്പൊ സെലക്ഷനൊക്കെ നല്ലതാ എന്ന് നിധി സന്തോഷത്തോടെ പറയുന്നതുകൾക്ക് സുധീഷും സന്തോഷത്തോടെ താങ്ക്സ് പറയുകയാ. ഞാനിപ്പോ വരാവേ എന്ന് പറഞ്ഞ് നിധി റൂമിലേക്ക് പോകുന്നുണ്ട്. സുധീഷും സന്തോഷത്തോടെ നിധി അവൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കാനായി തുടങ്ങുകയാ. പിന്നീട് അവൻ നികേഷിനോടായി പറയുന്നുണ്ട്, ഡാ ഞാൻ കൊടുത്ത ഉടനെ അവൾ അത് വാങ്ങിയില്ലേ, അത് മതി, അത് മാത്രം മതി എനിക്ക് എന്നവൻ പറയുമ്പോഴേക്കും അവൻ കൊടുത്ത ആ സാരി ഉടുത്ത് നിധി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. സുധീഷ് അവളെ കണ്ണിമ വെട്ടാതെ സന്തോഷത്തോടെ നോക്കി നിൽക്കുമ്പോഴേക്കും എങ്ങനെയുണ്ട് എന്ന് നിധി ചോദിക്കുക. എന്നോടാണോ എന്ന് സുധീഷ് ചോദിക്കേ. സാരി വാങ്ങി തന്ന ആളോടല്ലേ അഭിപ്രായം ചോദിക്കേണ്ടത് എന്നവൾ ചോദിക്കേ. സൂപ്പർ, അസലായിട്ടുണ്ട്, റിയലി ബ്യൂട്ടിഫുൾ എന്ന് സന്തോഷത്തോടെ സുധീഷ്. നിധിയും താങ്ക് യു, അപ്പൊ ഞാൻ ഇന്ന് ഈ സാരി ഉടുത്ത ഓഫീസിൽ പോകുന്നത് എന്ന് പറയേ. സുധീഷും ചിരിയോടെ ആണോ, താങ്ക് യു എന്ന് പറയേ. എന്നാ പിന്നെ ഞാൻ കഴിക്കാൻ എടുക്കാമെന്ന് പറഞ്ഞ് സുഭാഷ് ചേട്ടൻ അടുക്കളയിലേക്ക് പോവുകയാണ്. നിധിയും ഒരു ചിരിയോടെ തന്റെ റൂമിലേക്ക് പോകുമ്പോഴേക്കും സുധീഷ് വീണ്ടും സങ്കടം അടക്കാൻ കഴിയാതെ സിറ്റ് ഔട്ടിൽ ചെന്ന് ഡാൻസ് കളിക്കുകയാണ്. അത് കണ്ട് ഹരീഷും ഹാളിൽ നിന്ന് എന്തുവാടോ എന്ന് ചോദിക്കേ. പോടോ കളിച്ചോ എന്ന് നികേഷും പറയുന്നുണ്ട്. അത് കേൾക്കെ ചമ്മലോടെ ഡാൻസ് നിർത്തിയ സുധീഷും മുറ്റത്തേക്ക് ഇറങ്ങി ചെന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങുക. പിന്നീട് ഓഫീസിലെത്തിയ നിധി ഗോപി സാറിനെ കോൾ ചെയ്യുന്നുണ്ട്. ഹലോ, ഞാൻ നിധിയാ എന്ന് നിധി പറയേ. ഏത് നിധി എന്ന് സാറും. സാർ ഇന്നലെ വിളിച്ചില്ലേ, സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിച്ച എന്ന് നിധി പറയേ. ആ, സുധീഷിന്റെ ഭാര്യ, പറഞ്ഞോ എന്ന് സാറും. ഇന്ന് കാണാമെന്ന് സാർ പറഞ്ഞിരുന്നു എന്ന് നിധി പറയേ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടല്ലോ എന്ന് സാറും. സാർ അവിടേക്കുള്ള വഴിയൊന്ന് അയക്കോ എന്ന് നിധി പറയേ. സ്വന്തം കല്യാണം നടന്ന സ്ഥലം അറിയില്ലേ എന്ന് സാറും. സാർ, സുധീഷിന്റെ കൂടെയാ ഞാൻ അങ്ങോട്ട് വന്നിട്ടുള്ളത്, അതുകൊണ്ട് കൃത്യമായിട്ട് ഓർമ്മയില്ലെന്ന് നിധിയും. താൻ ലൊക്കേഷൻ അയക്കാം ശരിയെന്ന് പറഞ്ഞ് സാറും കോൾ കട്ട് ചെയ്യുക. കോൾ വെച്ച് കഴിഞ്ഞ് നിധി നോക്കുമ്പോഴാണ് സിദ്ധാർത്ഥ് ഒരു സ്റ്റാഫിന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവിടെ നിൽക്കുന്നത് കാണുന്നത്. അവൾ സിദ്ധാർത്ഥ് എന്ന് വിളിക്കുമ്പോഴേക്കും സിദ്ധാർത്ഥ് അങ്ങോട്ട് ചെന്ന് പറ നിധി എന്ന് പറയേ. ഞാൻ ഇന്ന് നേരത്തെ ഇറങ്ങുന്നതിൽ കുഴപ്പമുണ്ടോ, ഒരു കാര്യത്തിന് ടൗൺ വരെ പോകണമായിരുന്നു എന്ന് നിധിയും. അതിനെന്താ പൊക്കോളൂ, ഇവിടെ നേരത്തെ പോകുന്നതിനോ ലീവ് എടുക്കുന്നതിനോ അങ്ങനെ ഫോർമാലിറ്റി ഒന്നുമില്ല, പിന്നെ മാനേജർക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മാത്രം മതി, നമ്മൾ ഏറ്റെടുത്ത വർക്ക് പറഞ്ഞ ദിവസത്തിനുള്ളിൽ തീരണം, അത് മാത്രം നോക്കിയാൽ മതി എന്ന് സിദ്ധാർത്ഥ് പറയുന്നതുകൾക്ക് താങ്ക് യു പറഞ്ഞ് നിധി തന്റെ സീറ്റിൽ ഇരിക്കുമ്പോഴേക്കും ശരി എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങിയ സിദ്ധാർത്ഥ് വീണ്ടും അങ്ങോട്ട് വന്ന് നിധി ടൗണിലേക്കാണ് പോകുന്നല്ലേ പറഞ്ഞേ, ഞാനും ഇപ്പോ ആ റൂട്ടിലേക്കാ പോകുന്നത്, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്നവൻ പറയേ. വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം എന്ന് നിധിയും. എന്തിനാ ബസ്സിൽ പോയി കഷ്ടപ്പെടുന്നേ, ഞാൻ എന്തായാലും ആ വഴിക്കാ പോകുന്നേ, പഴവങ്ങാടി അമ്പലമില്ലേ, അതിനടുത്തുള്ള പ്രോപ്പർട്ടിയുടെ റിനോവേഷൻ നമ്മുടെ കമ്പനിയാ ചെയ്യുന്നത്, എനിക്ക് ആ സൈറ്റ് വരെ ഒന്ന് പോകണം, യു ക്യാൻ ഓൾസോ ജോയിൻ വിത്ത് മീ എന്നവൻ വിളിക്കേ. ഞാൻ ഒരു റിലേറ്റീവിനെ കാണാനായി പോകുന്നതായെന്ന് നിധിയും. അതിനെന്താ എടോ, ഞാൻ തന്റെ റിലേറ്റീവിനെ കാണാനൊന്നുമല്ല വരുന്നത്, ഞാൻ വഴിയിൽ ഇറക്കി വിടത്തേ ഉള്ളൂ, എന്റെ കൂടെ വരുന്നതിലും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് സിദ്ധാർത്ഥ് ചോദിക്കേ. ഇല്ല എന്ന് നിധിയും. എന്നാ ബാഗ് എടുത്തിട്ട് വായെന്ന് സിദ്ധാർത്ഥ് പറയുന്നതോടെ നിധി ബാഗ് എടുക്കാനായി പോവുകയാ. പിന്നീട് അവരൊന്നിച്ചുള്ള യാത്രയിൽ നിധി ആലോചനയോടെ ഇരിപ്പായിരുന്നു. സിദ്ധാർത്ഥ് കാറിലൊരു പാട്ടെല്ലാം വെച്ച് ഈ പാട്ട് കൊള്ളാമല്ലേ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും നിധി അത് ശ്രദ്ധിക്കാതെ എന്തോ ആലോചിച്ചിരിപ്പാ. അത് ശ്രദ്ധിക്കുന്ന സിദ്ധാർത്ഥ് വീണ്ടും നിധി എന്ന് വിളിക്കേ. ആലോചനയിൽ നുണർന്ന നിധിയും അവനെ നോക്കുകയാ. ഇവിടൊന്നുമല്ലേ എന്ന് സിദ്ധാർത്ഥ് ചോദിക്കേ. സോറി, പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, എന്താ ചോദിച്ചേ എന്ന് നിധിയും. ഒന്നുമില്ല, പാട്ട് കൊള്ളാലെന്ന് ചോദിച്ചതാ എന്ന് സിദ്ധാർത്ഥം. കൊള്ളാം, നല്ല പാട്ടാ എന്ന് നിധി പറയേ. ഇനി എന്നാ നാട്ടിലേക്ക് പോകുന്നേ എന്ന് സിദ്ധാർത്ഥം. എന്താ എന്നവൾ സംശയത്തോടെ ചോദിക്കേ. തക്കലയിലേക്ക് എന്നാ പോകുന്നേന്ന്. അത് തീരുമാനിച്ചിട്ടില്ല, ആക്ച്വലി ഞാൻ ജോലിക്ക് പോകുന്നത് വീട്ടുകാർക്ക് ഇഷ്ടമല്ല, ഞാൻ എന്റെ ഇഷ്ടത്തിന് ഇറങ്ങി പോകുന്നതാണെന്ന് നിധി പറയേ. അതുകൊണ്ടാണോ റിലേറ്റീവിന്റെ വീട്ടിൽ താമസിക്കുന്നതെന്ന് സിദ്ധാർത്ഥം. അതെ എന്ന് അവൾ പറയേ. ഇപ്പൊ ഇവിടേക്കാ പോകുന്നതെന്ന് സിദ്ധാർത്ഥം. എന്നെ പോലീസ് സ്റ്റേഷന് മുന്നേ ഇറക്കിയാ മതിയെന്ന് നിധി പറയേ. സോറി, പോലീസ് സ്റ്റേഷനോ എന്ന് സിദ്ധാർത്ഥം. അവിടെ ഒരു റിലേറ്റീവ് വർക്ക് ചെയ്യുന്നുണ്ട്, ആളെ ഒന്ന് കാണാനാ എന്നവൾ പറയുമ്പോഴേക്കും അവളുടെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്. ഒരു കോള് എടുത്തോട്ടെ എന്ന് നിശ്ചയിക്കേ. യെസ് പ്ലീസ് എന്ന് സിദ്ധാർത്ഥം. അവൾ കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ ശ്വേത എന്ന് വിളിക്കേ. ഹാപ്പി ബർത്ത്ഡേ നിധി എന്ന് ശ്വേതയും. താങ്ക് യു ഡി എന്ന് നിധി പറയുമ്പോഴേക്കും എന്താ ഇന്നത്തെ പരിപാടി, സെലിബ്രേഷൻ ഉണ്ടോ എന്ന് ശ്വേത ചോദിക്കേ. സെലിബ്രേഷൻ ഒന്നുമില്ല എന്ന് നിധിയും പറയുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്യുന്നില്ലേ എന്നവൾ ചോദിക്കേ. കേക്ക് ഇന്നലെ രാത്രി 12 മണിക്ക് കട്ട് ചെയ്തു, ഞാനൊരു യാത്രയില്ല, നിന്നെ അങ്ങോട്ട് വിളിക്കാമെന്ന് നിധി പറയേ. ഓക്കെ ഡി, വിളിക്കണേ എന്ന് ശ്വേത ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ് നിധി കോൾ കട്ട് ചെയ്യുമ്പോഴേക്കും
ബർത്ത്ഡേ ആണോ എന്ന് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്. അതെ എന്ന് അവൾ പറയേ, എന്നിട്ടാണോ താനൊരു വാക്ക് പറയാതിരുന്നത്? നമുക്ക് ഓഫീസിൽ സെലിബ്രേറ്റ് ചെയ്യാമായിരുന്നല്ലോ എന്ന് സിദ്ധാർത്ഥ് ചോദിക്കേ, ഞാൻ എന്താ സ്കൂൾ കുട്ടിയാണോ ചോക്ലേറ്റുമായി വന്ന് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന് പറയാൻ എന്ന് നിധി ചോദിക്കുന്നതിലേക്ക് സിദ്ധാർത്ഥവും ഒരു ചിരിയോടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നീട് അവൻ വഴിയിൽ ഒരിടത്ത് കാർ നിർത്തി 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. ഒരു ചെറിയ ചോക്ലേറ്റ് ബോക്സുമായി വന്ന് നിധിയുടെ നേരെ നീട്ടി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയേ, ഇത് വാങ്ങിക്കാനാണോ പോയത്? ഇതൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് നിധിയും. ഓഫീസിലായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാമായിരുന്നു. ഇതിപ്പോ റോഡിലായി പോയില്ലേ. എനിവേ എഗെയിൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ ചോക്ലേറ്റ് ബോക്സ് നീട്ടെ താങ്ക് യു പറഞ്ഞ നിധിയും അത് വാങ്ങുകയാ. പിന്നീട് സ്റ്റേഷനടുത്തെത്തുമ്പോഴേക്കും ഇവിടെ നിർത്തിയാൽ മതി എന്ന് നിധി പറയുന്നുണ്ട്. സിദ്ധാർത്ഥ് വണ്ടി നിർത്തുമ്പോഴേക്കും നിധി കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാ. ഇറങ്ങുമ്പോ വിളിച്ചാൽ മതിയേ, എന്റെ സൈറ്റ് ഇവിടെ അടുത്താ, ഞാൻ വന്ന് പിക്ക് ചെയ്തോളാമെന്ന് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്. വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാമെന്ന് നിധിയും. എന്തിന്, ഞാൻ വന്നോളാം, ഒരു ബർത്ത്ഡേകള് ബസ്സിൽ പോയി കഷ്ടപ്പെടാൻ പാടില്ല, ഞാൻ വരാമെന്ന് സിദ്ധാർത്ഥ് പറയേ നിധി അത് സമ്മതിച്ച് താങ്ക് യു പറഞ്ഞ് കാറിൽ നിറങ്ങി പോവുകയാ. ഒരു നിമിഷം അവൾ നടന്നു നീങ്ങുന്നത് നോക്കിയിരുന്ന സിദ്ധാർത്ഥം തന്റെ വണ്ടി എടുക്കുകയാ. നിധി പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തെത്തുമ്പോഴേക്കും അന്ന് കല്യാണം നടന്ന സമയത്തെ സംഭവങ്ങളെല്ലാം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയാ. എല്ലാം ഓർത്തവൾ ടെൻഷനോടെ പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറിപ്പോവാൻ തുടങ്ങുമ്പോഴേക്കും വരാന്തയിൽ ഇരിക്കുന്ന ഒരു പോലീസുകാരെയും ഹലോ എന്താ കുട്ടി, എന്താ വന്നേന്ന് ചോദിക്കുക. അത് എനിക്ക് ഗോപി സാറിനെ ഒന്ന് കാണണമായിരുന്നു എന്ന് നിധി പറയെ അകത്തുണ്ടോ, ചെന്നോളൂ എന്ന് അവരും. നിധി സാർ എന്ന് വിളിച്ച് ഗോപി സാറിന് അരിയിലേക്ക് ചെല്ലുമ്പോഴേക്കും വരൂ ഇരിക്കൂ എന്ന് സാറും. നിധി വീണ്ടും ടെൻഷനോടെ നോക്കി നിൽക്കെ ഇരിക്കൂ കുട്ടി എന്ന് സാർ പറയുന്നു. നിധി ചെയറിലേക്ക് ഇരിക്കുമ്പോഴേക്കും എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ഗോപി സാറും. സാറ് ഫോണിൽ വിളിച്ച് ഡിവോഴ്സ് വേണ്ടെന്ന് പറഞ്ഞു എന്നവൾ ചോദിക്കേ, പിന്നെ പറയാതെ എന്തുമാത്രം ബുദ്ധിമുട്ടിയാ ഞങ്ങൾ എല്ലാവരും കൂടി കുട്ടിയുടെ കല്യാണം നടത്തിയത്, എന്നിട്ട് ഇങ്ങനെ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ചോദിച്ചാൽ എങ്ങനെയാ എന്ന് സാർ ചോദിക്കേ, അത് ഞങ്ങൾക്ക് സെറ്റ് ആവുന്നില്ല സാർ എന്ന് നിധിയും പറയുന്നുണ്ട്. എന്ത് സെറ്റാവില്ലെന്ന്? സംസാരിച്ച് തീർക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നങ്ങളാ ഉള്ളത്? കാലങ്ങളായിട്ടുള്ള ഒരു വഴി പ്രശ്നം ദാ ഇപ്പോഴങ്ങ് അവസാനിപ്പിച്ചതേയുള്ളൂ. എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? സുധീഷ് കുട്ടിയെ തല്ലിയോ അതോ വേറെ ഏതെങ്കിലും വിധത്തിൽ ടോർച്ചർ ചെയ്തോ എന്ന് സാർ ചോദിക്കേ, അതൊന്നുമല്ല സാർ എന്ന് നിധിയും. പിന്നെ അവന്റെ വീട്ടിൽ ആരെങ്കിലും ഉപദ്രവിച്ചോ എന്ന് സാർ ചോദിക്കേ, അയ്യോ ഇല്ല സാർ എന്ന് നിധിയും. പിന്നെന്തിനാ ഡിവോഴ്സ്? കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഫോഴ്സ് ചെയ്യുന്നുണ്ടോ എന്ന് സാർ ചോദിക്കേ, ഇല്ല സാർ എന്ന് നിധിയും. അപ്പൊ പിന്നെ ഡിവോഴ്സ് ചെയ്യാൻ എന്തെങ്കിലും കാരണം വേണ്ടേ കുട്ടി എന്ന് സാർ ചോദിക്കേ, ഞങ്ങൾക്ക് സെറ്റ് ആവുന്നില്ല സാർ അതാ എന്ന് നിധി പറയുന്നുണ്ട്. പിന്നെന്താ കുട്ടി പിന്നെ അതോ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ? അന്ന് എത്ര പ്രശ്നങ്ങൾക്കിടയിലാ നിങ്ങളുടെ കല്യാണം നടന്നത്? ആ ചെറുക്കൻ കുട്ടിക്ക് വേണ്ടി എത്ര അടി വാങ്ങിച്ചു, അതൊക്കെ മറന്നോ എന്ന് സാർ ചോദിക്കേ, സാർ തെറ്റായിട്ട് എടുക്കരുത്, ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കേ, ആ ചോദിക്കുന്ന സാറും. ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യം സാറിനോട് ആരാ പറഞ്ഞേ എന്ന് നിധി ചോദിക്കേ, ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരമാണോ ഇതെന്ന് സാറും. അതെനിക്ക് അറിയണം സാർ, ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യം സാർ അറിഞ്ഞത് എങ്ങനെയാ? ഇതിനു മുമ്പ് ഡിവോഴ്സ് ചെയ്യാൻ നോക്കിയപ്പോഴും സാർ ഇടപെട്ടു. സാറിനോട് ഇതൊക്കെ ആരാ ഇൻഫോം ചെയ്യുന്നേ എന്നവൾ ചോദിക്കേ, കുട്ടി എന്തിനാ ഇതൊക്കെ അറിയുന്നെന്ന് സാറും. എനിക്കറിയണം സാർ, സാറിനോട് ആരാ ഇതൊക്കെ പറഞ്ഞത് എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും CI അങ്ങോട്ട് വരുന്നുണ്ട്. ഗോപി സാർ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കുമ്പോഴേക്കും നിധിയെ കണ്ട് ഇതാരാ എന്ന് സാർ ചോദിക്കുക. ഇത് നമ്മൾ കല്യാണം നടത്തി കൊടുത്ത കേസാ എന്ന് ഗോപി സാർ പറയേ, നമ്മൾ കല്യാണം നടത്തി കൊടുത്തോ എന്ന് സാറും. അതെ സാർ, കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് തക്കലയിലെ ഒരു ബിസിനസ്സുകാരന്റെ മകള് ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി പോയ കേസില്ലേ, നമ്മൾ സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടത്തിയ എന്ന് ഗോപി സാർ ഓർമ്മിപ്പിക്കേ, ഓ അന്ന് കമ്മീഷണർ ഓഫീസിൽ നിന്ന് വിളി വന്ന കേസ് എന്ന് സാറും. അതെ സാർ എന്ന് ഗോപി സാർ പറയേ, ആ കുട്ടിയാണല്ലേ ഇത്, കുറച്ചു നാളായില്ലേ മുഖം മറന്നുപോയി എന്ന് സാറ് പറയുന്നത് കേൾക്കെ ടെൻഷനോടെ ഇരിക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുധീഷ് തന്റെ ആധാർ കാർഡ് നൽകി രജിസ്റ്റർ ചെയ്താണ് കല്യാണം നടത്തിയതെന്ന് ഗോപി സാറിൽ നിന്ന് നിധി അറിയുന്നതും വീടെല്ലാം അലങ്കരിച്ച് സുധീഷും കൂട്ടരും അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഒരുങ്ങുന്നതുമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.